ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 43 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 43 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വളരെയേറെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് കർത്താവിൽ ശരണപ്പെട്ടതെന്നാൽ സ്തോത്രം, ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒരു നിയോഗം തരുന്നത് കൊണ്ട് ഞാൻ അതിന് തക്കവണ്ണം മൂവ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. സ്തോത്രം. നമുക്കേറെ അറിയാവുന്ന ഒരു വേദവചന ഭാഗം. സ്തോത്രം. അവിടെ സ്തോത്രം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഏലിയാ പ്രവാചകൻ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും എന്ത് ചെയ്യാൻ പോകുന്നില്ല, പെയ്യാൻ പോകുന്നില്ല. സ്തോത്രം. നീണ്ട 3.5 വർഷക്കാലത്തെ കൊടിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ക്ഷാമം. സ്തോത്രം. ആ ഇസ്രായേൽ രാജ്യത്ത് ഇങ്ങനെ നിൽക്കുകയാ. ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാനില്ല, വെള്ളം ലഭിക്കാനില്ല, കൃഷിയൊന്നും നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നൊക്കെ അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് ഏലിയാവിനോട് പറയുകയാണ്, നീ ചെന്നിട്ട് നിന്നെ തന്നെ ആഹാബിന് കാണിക്കണം, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കുവാനായിട്ട് പോകുന്നു. അതിൻ്റെ തന്നെ 18-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്യം നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ വായിക്കാമോ? 18-ന്റെ 1. ആ ആ ആ ആ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. സ്തോത്രം. അപ്പോൾ ദീർഘമായിട്ടുള്ള 3.5 വർഷത്തിന് ശേഷം കർത്താവ് സ്തോത്രം ഏലിയാവിനോട് പറയാണ്, നീ നിന്നെ തന്നെ ചെന്ന് ആഹാബിന് കാണിക്കണം, ഞാൻ ഇവിടെ മഴ പെയ്യിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്തോത്രം 41-ാമത്തെ വേദവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏലിയാവ് ആഹാബിനോട് ചെന്ന് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ഏലിയാവും ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിച്ചിട്ട് സ്തോത്രം. ആ തെളിയിച്ച സംഭവമൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. അവിടെ തീ ഇറക്കിയതിനു ശേഷം, കർമ്മേൽ മലയിൽ തീ ഇറക്കിയതിനു ശേഷം ദൈവത്തിന് സ്തോത്രം ഏലിയാവ് പറയുകയാണ്, ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏലിയാവും ഇത് പറയുമ്പോൾ ഇതുവരെയും മഴ എന്ത് ചെയ്തിട്ടില്ല, പെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ചാറ്റൽ മഴ പോലും ആ ദേശത്ത് പെയ്തിറങ്ങിയിട്ടില്ല. പക്ഷെ ഏലിയാവ് പറയാണ്, വലിയ മഴ ഉണ്ടാകാൻ പോകുന്നു. കാരണം മറ്റൊന്നല്ല, ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു അരുളപ്പാട് എന്ത് ചെയ്തിരിക്കുക, കൊടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ടാണ് താൻ പ്രാർത്ഥനയ്ക്കായിട്ട് കയറുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് കയറുമ്പോൾ ദൈവത്തിന് സ്തോത്രം 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3, 4 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊന്നും അവിടെ വിടുതൽ കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ മടുത്തു പോകരുത്. പലപ്പോഴും ദൈവം ചില അരുളപ്പാടുകൾ പറയും, പ്രവചന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. എന്നാലും 1 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും 2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒന്നും വിടുതൽ കണ്ടില്ലെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമാണോ അരുളപ്പാട് പറഞ്ഞിരിക്കുന്നത്? പ്രവചന ശബ്ദമാണോ കേട്ടിരിക്കുന്നത്? വാഗ്ദത്തങ്ങളാണോ നൽകത്തന്നിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്കകത്ത് മടുത്തു പോകരുത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട്
ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. 7 പ്രാവശ്യവും ബാല്യക്കാരൻ ചെന്ന് നോക്കിയിട്ട് പറയുന്നു, മഴ പെയ്യുന്നില്ല, കടലിൽ ഒരു അടയാളവും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7ാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം എന്ത് ചെയ്യുന്നു, പൊങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൽ ഇതാണോ ആഗ്രഹിച്ച മറുപടി? ഈ 3.5 വർഷക്കാലത്തെ ആ ദാരിദ്ര്യം മാറുക, ആ ക്ഷാമം മാറുക, മഴ പെയ്യാനായിട്ട് പോകുമ്പോൾ സ്തോത്രം, സത്യത്തിൽ നമ്മൾ ഉൾപ്പെടെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു പദം അതല്ല. സ്തോത്രം. എന്താണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത്? ഇതാ യജമാനനെ കടലിൽ നിന്നൊരു വലിയ മേഘം എന്ത് ചെയ്യുന്നു. ഹലോ, നമ്മൾ അങ്ങനെയാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പക്ഷേ അങ്ങനെയല്ല അവിടെ സംഭവം നടന്നത്. സ്തോത്രം. ഒരു ചെറിയ മേഘം എന്ത് ചെയ്യുന്നു, പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തും നമ്മൾ വലിയ മറുപടി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു ചെറിയ എന്തെങ്കിലും ആയിരിക്കും, ഒരു സിമ്പൽ എന്ന വണ്ണം, ഒരു തുടക്കം എന്ന വണ്ണം ദൈവം തമ്പുരാൻ നൽകി തരുന്നത്. എന്നെ അവിടെ ഏറെ ബലപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് ബാല്യക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ അതിന് ഏലിയാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതാ ഭക്തന്റെ ആ സ്തോത്രം ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നിനക്ക് കാണാൻ കഴിയുന്ന വലിയൊരു മറുപടി ഒന്നും ആയിരിക്കത്തില്ല. ഒരു ചെറിയ സിമ്പൽ, ഒരു ചെറിയ അടയാളം, ഒരു ചെറിയ അനക്കം എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഭക്തൻ തിരിച്ചറിഞ്ഞോണം, നിനക്ക് വേണ്ടി വലിയൊരു മഴ പെയ്യാൻ പോവാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് ആഹാബിനോട് നീ ചെന്ന് പറ, നിന്റെ വാഹനത്തെ തടയുന്ന വണ്ണം, നിന്റെ വാഹനത്തിന് യാത്ര ചെയ്യാൻ കഴിയാതിരിക്കുന്ന നിലവാരത്തിൽ ഒരു വലിയ മഴ എന്ത് ചെയ്യാൻ പോവുക, പെയ്തിറങ്ങാൻ വേണ്ടി പോകുക. ഞാനിത് പറയുന്നതിന്റെ താല്പര്യം, ചെറിയ കാര്യങ്ങളിലെ വലിയ സാധ്യത ദൈവജനം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ചെറിയത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ വലുതിന്റെ തുടക്കമാണതെന്ന്, വലിയതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ചില ചെറിയ മേഘങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് തുറക്കപ്പെടാൻ വേണ്ടി പോകുക, തുറന്നു തരാൻ വേണ്ടി പോകുക. നീ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ആയിരിക്കത്തില്ല, നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല കാര്യം. ഒരു ചെറിയ മേഘമാണെങ്കിലും ഇന്ന് പകൽ തിരിച്ചറിയണം, ആ ചെറിയ മേഘത്തിന് വലിയ മഴയെ കൊണ്ടുവരാൻ കഴിയും. നിന്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ കഴിയും. ഭൂമിയിൽ നിന്ന് വിത്ത് മുളപ്പിക്കാൻ കഴിയും. നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കിണറുകൾ വെള്ളം കൊണ്ട് നിറയത്തക്കവണ്ണം അതിനെ പോഷിപ്പിക്കുവാൻ ആ ചെറിയ സാധ്യതയ്ക്ക് പറ്റുമെന്ന് തിരിച്ചറിയുന്നവർ, ആത്മാവിൽ അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു ദൈവത്തിന് അല്പസമയമൊന്ന് സ്തോത്രം ചെയ്യണം. ഉടകമന അരികതന വൈഡാരി കാമാന ഓ റികാമന ദലദല ഉടകമന ദലദല ശംധരാരി ഗമന ദലദല ഉടകമന ദലദല ഭൗഡരി ഗമന ദലദല. ചെറിയ മേഘം പൊങ്ങി, ചെറിയതിലെ വലിയ സാധ്യത ഏലിയാവ് തിരിച്ചറിയുകയായിരുന്നു. ഏലിയാവ് പറയുകയാണ്, സ്തോത്രം, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് ഒരു വലിയ മേഘം എന്ത് ചെയ്യുക, ഒരു വലിയ മഴ എന്ത് ചെയ്യുക, പെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം OETക്ക് പരീക്ഷ എഴുതിയ ഒരു കുഞ്ഞ് എന്നെ വിളിച്ചു. സ്തോത്രം. വളരെ വിഷമിച്ച്, വളരെ പ്രയാസപ്പെട്ട് എന്നെ വിളിക്കുക. സ്തോത്രം. എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, പാസ്റ്ററെ, എനിക്ക് 1 B+ഉം 3 C ആണ് ലഭിച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. വളരെ നിരാശപ്പെട്ട് അവളിത് പറയുക. സ്തോത്രം. സാധാരണ പാസ്റ്റർമാർ പറയാനുള്ളൊരു വാചകമുണ്ട്, പ്രാർത്ഥിക്കാം. ഞാനത് അവളോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ ബലപ്പെട്, നീ ധൈര്യപ്പെട്, ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കത്തില്ല. ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നി. മറ്റൊന്നുമല്ല, സ്തോത്രം, ഒരുപാട് ആ കുട്ടി പ്രാർത്ഥിച്ചത് എനിക്കറിയാം, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ എന്നിട്ടും പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് വന്നില്ലല്ലോ. എനിക്ക് വലിയ ഭാരം, പേടി തോന്നി. കാരണം ഇനി ഇവള്, സ്തോത്രം, ഇനി ജോലിയെ വേണ്ട, അല്ലെങ്കിൽ ജീവൻ ഒടുക്കും എന്നുള്ള നിലയിലോട്ടൊക്കെ പോകുമെന്ന് എനിക്കൊരു വലിയ പ്രയാസം തോന്നി. സ്തോത്രം. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച പിന്നെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ക്ഷേമത്തോടെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ക്ഷേമത്തോടെ ഇരിക്കുന്നു. സ്തോത്രം. ഇവളോട് എന്ത് പറയാനാ, കാരണം നിരാശപ്പെട്ടല്ലേ വിളിച്ചത്, അന്ന് ഫോൺ വെച്ചത്. എൻ്റെ അടുത്ത് പറയാം, അങ്കിളെ ഈ സ്കോർ കൊണ്ട് മാൾട്ടയിൽ പോകാൻ പറ്റുമെന്ന്.
ഹലോ, സ്തോത്രം. ഈ സ്കോർ കൊണ്ട് മാൾട്ടയില് ജോലിക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ 1 ബിയും 3 സിയും ഉള്ളെങ്കിലും ഇത് വെച്ച് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ ഉണ്ടെന്ന് അവൾ എന്നോട് പറയുക. സ്തോത്രം. അവള് വലിയ സന്തോഷത്തോടെ അത് വിളിച്ചു പറയുന്നത്. അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുമ്പിലേക്ക് ചില വർത്തമാനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്തത് ചിലത് കടന്നു വരുമ്പോൾ ദൈവമക്കളെല്ലാവരും കുറിക്കൊള്ളേണ്ടെന്നൊരു കാര്യമുണ്ട്. നിനക്കൊരു ചെറിയ കാര്യമാണ് ദൈവം ചെയ്തു തരുന്നതെങ്കിലും അതിനകത്തൊരു സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്ത നമ്മൾ ബലപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതിന്റെ വിധങ്ങൾ, വ്യത്യസ്തമായ നിലകൾ നമ്മൾ തിരിച്ചറിയുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊക്കെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചിലതിനൊന്നും മറുപടി കാണാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ലായിരിക്കും നമ്മുടെ മുമ്പിൽ ഒരു മറുപടിയായിട്ട് കടന്നു വരുന്നത്. പക്ഷേ ദൈവം തരുന്ന ആ ചെറിയ മറുപടിക്കകത്തും വലിയൊരു സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സാധ്യത നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവിടെ നമ്മൾ വിജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതെന്തിനാ പറഞ്ഞു വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മറുപടികളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലും ലഭിക്കുന്ന ചെറിയ മറുപടിക്കകത്ത് എന്തോ ദൈവം കരുതി വെക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറപ്പായും പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗങ്ങളും, ഇവിടെ കേൾക്കുന്ന ഓരോ വചനങ്ങളും ആ ആഴ്ച പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു നിയോഗം തന്ന് ഈ വചനം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ആഴ്ച ചില മറുപടികൾ വരും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നീ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ആയിരിക്കത്തില്ല, പക്ഷേ ആ മറുപടിക്കകത്ത് നിനക്കൊരു സാധ്യതയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞോണം. ദൈവത്തിന് സ്തോത്രം. നീ പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല, നീ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ലായിരിക്കാം, പക്ഷേ ദൈവം പറയുന്ന, ദൈവം ചെയ്യുന്ന ആ ചെറിയ കാര്യത്തിനകത്ത് ഒരു വിശാലതയുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമാ. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് പലപ്പോഴും നമുക്കത് അളക്കാൻ കഴിയത്തില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ നമ്മുടെ കണ്ണൊന്ന് തുറന്നു കഴിഞ്ഞാൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കരുതലുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ലോകം ആഗ്രഹിച്ചത്, ഏലിയാവും തുടർന്നുള്ള ആളുകളും അല്ലെങ്കിൽ ഇസ്രായേലുകാരെല്ലാം ആഗ്രഹിച്ചത് ഇതല്ല. ഈ ഒരു വാക്ക് കേൾക്കാനല്ല, ഒരു വലിയ മേഘം ഉയർന്നിട്ടുണ്ട് യജമാനനെ എന്ന് കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചതെങ്കിലും ഒരു ചെറിയ മേഘം ഉയർന്നു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവർത്തികളെ നല്ലവണ്ണം അറിയാവുന്ന ഏലിയാവിന്റെ നാവിൽ നിന്ന് അടുത്ത വാക്കിറങ്ങി വരികയാണ്, മഴ തടുക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ തടുക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ മഴ പെയ്തിറങ്ങാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഒരു വിശാലതയിലേക്ക് ദൈവം നമ്മളെ നടത്താൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നവർ 45-ാമത്തെ വാക്യം പറയുന്നു, ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചെറിയ മേഘം ആദ്യം കണ്ടതെങ്കിലും ഒരു വൻമഴ പെയ്തു, അതും ക്ഷണത്തിൽ പെയ്തിറങ്ങിയെന്ന് തിരുവചനം പറയുക. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. വറ്റി വരണ്ട ഉക്ഷര ഭൂമികളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു, ആ മണ്ണുകളെല്ലാം വെള്ളം കുടിച്ചു, കിണറുകൾ നിറഞ്ഞു, നദികൾ നിറഞ്ഞു, കൃഷികൾ വിളയാൻ തുടങ്ങി, ദാരിദ്ര്യം മാറാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ചെറിയ മേഘത്തിനകത്ത് വലിയ സാധ്യതയുണ്ട്. മോശയെ വിളിച്ചിറക്കുമ്പോൾ സ്തോത്രം, അവനെ ഉറപ്പിക്കുമ്പോൾ മോശയുടെ കയ്യിൽ ഒരു വടി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. സ്തോത്രം. സ്തോത്രം. പുറപ്പാട് അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എന്ത് ചെയ്യുക? എടുത്തുകൊള്ളുക. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ മോശ വടി ആരുടെ വടിയായിട്ട് മാറി?
ദൈവത്തിൻ്റെ വടിയായിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പിന്നീട് നടന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ഇതുകൊണ്ട് മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് എന്നിട്ട് ഈ വടി അവിടെ കിടുമ്പോൾ അതെന്ത് ചെയ്തു, ഒരു മഹാസർപ്പമായിട്ട് മാറി. അവിടെ സ്തോത്രം ആ രാജകൊട്ടാരത്തിൽ നിൽക്കുന്ന മന്ത്രവാദികളും അതൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും സ്തോത്രം ഒരു കാര്യം അവിടെ ഉണ്ട്. അവരുടെ സർപ്പങ്ങളെ മോശയുടെ സർപ്പം എന്ത് ചെയ്തു, വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു വടി കൊണ്ട് ഇത്രയൊക്കെ സാധ്യതയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കും, കേവലം ഒരു വടി, സ്തോത്രം, ആ വടിക്കകത്ത് ദൈവം ഒരുക്കി വെച്ച സാധ്യതകൾ വലുതാ. പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് 13-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും, മോശ ആ വടി നീട്ടുമ്പോൾ ആ ദേശത്ത് വെട്ടിക്കിളികൾ എന്ത് ചെയ്യുക, വരികയാണ്. 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ദേശത്ത് കൽമഴ പെയ്തിറങ്ങുന്നത് കാണാൻ കഴിയും. 17-ാമത്തെ അധ്യായം 5-6 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ രഫദീമിൽ വെച്ച് പാറയെ അടിക്കുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് കാണാൻ കഴിയും. 7-ാമത്തെ അധ്യായം 19-20 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നദി രക്തമായി തീരാൻ വേണ്ടി മോശ വടി കൊണ്ട് അതിനെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കേ, ക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു വടി മാത്രമാ, പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരുന്ന സാധ്യത വലുതാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കയ്യിലുള്ള സാധ്യത, നിന്റെ കരത്തിലുള്ള സാധ്യത അത് വലുതാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നത്. മോശയുടെ വടി അത് ദൈവത്തിന്റെ വടിയായി മാറി. ദൈവത്തിന്റെ വടിയായി മാറിക്കഴിഞ്ഞപ്പോൾ വഴികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തുറക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, നിന്റെ കരത്തിൽ അല്പമേ ഉള്ളൂ എന്നും ലേശമേ ഉള്ളൂ എന്നൊക്കെ നീ പറയുമ്പോഴും അത് ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അസാധാരണ കാര്യങ്ങളെ ചെയ്തെടുപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ലേഹിയിൽ ദൈവത്തിന് സ്തോത്രം. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു കഴുതയുടെ പച്ചത്താടിയല് മാത്രം ശിംശോന്റെ കരത്തിലേക്ക് ലഭിക്കുമ്പോൾ അതുകൊണ്ട് ശത്രു സൈന്യത്തെ കൊന്നൊന്ന് കൊന്ന് രണ്ട് എന്ന് പറഞ്ഞ് അവരെ വകതീർക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ശത്രുവിന്റെ മേൽ ജയം കൊടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം നിസാരമായ ഒന്നിനെ ഈ ശിംശോൻ പ്രയോജനപ്പെടുത്തുമ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു ദൂതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചെറിയ കാര്യങ്ങളിലെ സാധ്യത അത് വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെറുതാണ്. എന്തെങ്കിലും നിന്റെ കരത്തിൽ തന്നാൽ സ്തോത്രം, എന്തെങ്കിലും ചെറിയൊരു താലന്തായിക്കോട്ടെ, എന്തെങ്കിലും ചെറിയൊരു കഴിവുകളായിക്കോട്ടെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് പലപ്പോഴും അത് നിസ്സാരമെന്ന് തോന്നും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ വടി കൊണ്ട് എന്ത് നടക്കുമെന്ന് സ്തോത്രം. ഒരു താടിയല് കൊണ്ട് എന്ത് നടക്കുമെന്ന് സ്തോത്രം. ഒരു ചെറിയ മേഘം പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വലിയ മഴ പെയ്യാൻ പോവല്ലേ സ്തോത്രം. നോക്കിക്കേ, നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് ദൈവം ചെയ്യുന്ന നിസാര കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ അതിനെ സ്തോത്രം എൻ്റെ ഭാഷയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തോ വലിയതുപോലെ ദൈവം ചെയ്യണമെന്നാ സ്തോത്രം. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി നിസ്സാരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങ് അത്ഭുതം നടക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ ദൈവത്തിന് ഈ വിഷയം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ അകത്തൊന്നും തിരിച്ചറിയുന്നത്. പല വിഷയങ്ങളും നമുക്കാണ് വലുതായിട്ട് തോന്നുന്നത്, എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ ദാവീദ് ചെന്ന് നിൽക്കുക ഏലാ താഴ്വരയിൽ. എതിരാളികൾ സ്തോത്രം ശക്തരാണ്, പ്രബലരാണ്. അവിടെയാണ് ദാവീദ് ഒരു കവണയും ആ തോട്ടിൽ നിന്ന് എടുത്ത 5 കല്ലും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നായി പറയുന്നത് സ്തോത്രം. ഇതുകൊണ്ട് വല്ലതും നടക്കുമോ? അപ്പുറത്ത് നിൽക്കുന്നവന്റെ വാളിന്റെ വെയിറ്റ് തന്നെ ഇത്ര കിലോയുണ്ട് സ്തോത്രം. അതിനിടയ്ക്ക് അവൻ വളരെ നിന്ദിക്കുകയാണ്, നീ ഇപ്പം ഇങ്ങോട്ട് വാ, നിന്നെ ശരിയാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, ഈ തോട്ടിൽ നിന്നെടുത്ത് 5 കല്ല് കൊണ്ട് അതിനകത്തെ 4 കല്ല് പിന്നെയും ബാക്കിയാ, ഒറ്റ കല്ല് ഉപയോഗിച്ചുള്ളൂ. ആ കല്ലുകൊണ്ട് ശത്രുവിനെ സ്തോത്രം ദൈവം തമ്പുരാൻ ഈ ജനത്തിന് മുൻപിൽ അടിയറവ് പറയിച്ചെങ്കിൽ ദൈവത്തിന് അത്ര ഉള്ളെന്ന് ഈ വിഷയം സ്തോത്രം. ദൈവത്തിന് അത്ര ഒരു കല്ലുകൊണ്ട് തീർക്കാവുന്ന, ഒരു ചെറിയ മേഘം കൊണ്ട് തീർക്കാവുന്ന, ഒരു താടിയല്ല് കൊണ്ട് തീർക്കാവുന്ന, ഒരു വടി കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ നിന്റെ വിഷയമെന്ന അതിനോടകത്തെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്കല്ലേ ഇത് വലിയ കാര്യമായിട്ട് നിൽക്കുന്നത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് അതൊരു നിസാര കാര്യം പോലെയാ? ഇന്ന് പകൽ ഞാൻ നിസാര കാര്യത്തിനകത്ത് ഇന്ന് ദൈവം തമ്പുരാൻ ഇടപെടാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീ കാണുന്ന വലിപ്പത്തിനനുസരിച്ചല്ല നിന്റെ വിഷയങ്ങളെ ദൈവം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കല്ല് കൊണ്ട് തീർക്കാവുന്നത്, ഒരു വടി കൊണ്ട് തീർക്കാവുന്നത്,
തീർക്കാവുന്നത്, ഒരു പച്ച താടിയല്ല് കൊണ്ട് തീർക്കാൻ കഴിയുന്നത്, ഒരു ചെറിയ മേഘം കൊണ്ട് തീർക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ മുൻപിലെന്ന് നീ തിരിച്ചറിയണം. കടലിന്റെ മുകളിൽ കൂടെ കർത്താവ് നടന്നു വരുമ്പോഴും, ഒരു ദിവസം പടകിനകത്തായിരിക്കുമ്പോഴും, കാറ്റും കടലും എല്ലാം പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്ക് കർത്താവ് പറയുക, ഒറ്റ വാക്ക്. ദൈവത്തിന് സ്തോത്രം. കാറ്റേ നീ അടങ്ങ്, കടലേ നീ ശാന്തമാകുക. നോക്കിക്കേ, ഒറ്റ വാക്കുകൊണ്ട് അവിടെ ആ പ്രവൃത്തികൾക്ക് വിരാമം കുറിച്ചെങ്കിൽ, ആ പ്രതിസന്ധികൾക്ക് അവിടെ വിരാമം കുറിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ടെന്നേ, ദൈവത്തിന് അധികം വാക്കുകളൊന്നും വേണ്ടെന്നേ. ഒറ്റ വാക്കുകൊണ്ട് നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ കൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ നാളുകളായി നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുണ്ട്, നാളുകളായി നീ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വാക്ക് അതിനകത്ത് ഇറങ്ങി വന്ന് അതിനകത്തൊരു സ്വസ്ഥത തരാൻ വേണ്ടി പോകുകയാണെന്ന് പറയുമ്പോൾ, ഇതിനകത്തിരിക്കുന്ന എത്ര പേരാ ദൂരേറ്റെടുത്ത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. പോരാ, ഇതുപോരാ. നിന്റെ കരങ്ങൾ ശക്തിയോടെ ചേർത്തടിക്കട്ടെ, നിന്റെ നാവുകൾ ചലിച്ചു തുടങ്ങട്ടെ, സ്തുതിയാൽ നിന്റെ ആദരങ്ങൾ നിറയട്ടെ. ചെറിയ കാര്യങ്ങളല്ലേ, ദൈവം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലെ വലിയ സാധ്യത തിരിച്ചറിയണം. ലക്ഷോപലക്ഷം ജനത്തിന് ഒരു ചെറിയ പാറയ്ക്കകത്ത് വെള്ളം കരുതി വെക്കുക എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ ചെറിയ പാറ മതി. സ്തോത്രം, അത്ര ഉള്ളു ദൈവത്തിന് ആ വിഷയം. സ്തോത്രം, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം ഒരു ചെറിയ മേഘം പൊങ്ങാൻ വേണ്ടി പോകുക. സ്തോത്രം, ഒരു വൻമഴ പെയ്യാൻ വേണ്ടി പോകുക. ചിലത് നിന്റെ ജീവിതത്തിനകത്തെ ക്ഷാമങ്ങൾ മാറി, ദാരിദ്ര്യങ്ങൾ മാറി, ചിലത് പൊട്ടിക്കിളർക്കുന്നത് പോലെ, ചിലതൊക്കെ നിറഞ്ഞെടുക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകുക. നിന്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോകുക. സമൃദ്ധിയായി നിന്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ചില മിനിറ്റുകൾ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആഴ്ച നീ കേൾക്കാൻ പോകുന്ന വാക്കുകൾക്കകത്ത് നിന്റെ മനസ്സൊന്ന് പാകപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ ആഴ്ച ചില വാചകങ്ങളും ചില മറുപടികളൊക്കെ നിനക്ക് ഇറങ്ങി വരുമ്പോൾ അതിനകത്തെ സാധ്യത ദൈവമേ എനിക്കൊന്ന് വെളിപ്പെടുത്തി നൽകി തരണമേ എന്ന്. ഓ